എനിക്ക് പേടിയുണ്ട് എന്നാ കേട്ടോളൂ. എൻ്റെ മോളെക്കുറിച്ചോ മോനെക്കുറിച്ചോ എൻ്റെ ഭാര്യയെക്കുറിച്ചോ എനിക്കുള്ള പേടിയേക്കാൾ അപ്പുറത്തൊരു പേടി വേറൊരാളെ കുറിച്ചാ. അത് എൻ്റെ അമ്മയെക്കുറിച്ചാ. എൻ്റെ അമ്മയ്ക്ക് 79 വയസ്സാതെ അമ്മമാർ മാറി, അമ്മ ആരെന്നറിയാതെ ആങ്ങള മാറി, പെങ്ങളാരെന്നറിയാതെ പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി. സ്വന്തം പെങ്ങളെ പോലും സ്വന്തം അമ്മയെ പോലും ബാക്കി മുറിച്ചു കിടന്നു. 32 കിലോ ആണ് തൂക്കം എൻ്റെ അമ്മയുടെ വെയിറ്റ്. എന്നാ പോലും പാടത്തും പറമ്പിലും പണിക്കാർ വരുമ്പോ പയറ് നടാനും കയപ്പ നടാനും ഇപ്പോഴും എൻ്റെ അമ്മ ഇങ്ങനെ പയർമണി പോലെ വയ്യെങ്കിലും നടക്കും. പക്ഷെ ആ അമ്മയെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. ആ പേടി തുടങ്ങിയത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ജില്ല, തൃശ്ശൂർ ജില്ല. അവിടെ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മക്കൾക്ക് അറിയോ ചാലക്കുടി? എങ്ങനെ അറിയണേ? കലാഭവൻ മണിച്ചേട്ടന്റെ നാട്. അങ്ങനെ ഒരുപാട് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ജനിച്ച നാടാണ് ചാലക്കുടി. നല്ല നാടാണ്, ഇഷ്ടമാണ്. പക്ഷെ കേട്ടോളൂ, ആ ചാലക്കുടിയിൽ നിന്ന് ഇടയ്ക്കൊരു വാർത്ത വന്നു. എല്ലാ പത്രത്തിലും മുന്നിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. മക്കളോട് പറയേണ്ടതല്ല, മക്കളത് കേൾക്കണ്ട. എന്നാൽ പോലും ഇവിടെ നിന്ന് മുതിർന്ന ആൾക്കാർക്ക്, അച്യുതൻ സാറിന് അടക്കം എല്ലാവർക്കും അറിയാം. ആ വാർത്ത ഇതായിരുന്നു: 90 വയസ്സുള്ള ഒരു മുത്തശ്ശിയെ 30 വയസ്സുള്ള ഒരു യുവാവ് കൊന്നു കളഞ്ഞു. 90 വയസ്സുള്ള ഒരു മുത്തശ്ശിയെ 30 വയസ്സുള്ള യുവാവ് കൊന്നു എന്നല്ല വാർത്ത. എങ്ങനെ കൊന്നു, എന്ത് ചെയ്തിട്ടാ കൊന്നേ? എനിക്ക് പറയാൻ വയ്യ. ഈ മക്കളെ എനിക്ക് പരസ്യമായിട്ട് അത് പറയാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ 90 വയസ്സുള്ള ഒരു മുത്തശ്ശിയെ പോലും ഒരു യുവതിയായിട്ട് അയാൾക്ക് തെറ്റിദ്ധരിക്കാമെങ്കിൽ, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, എനിക്ക് പേടിയാണ്. തിരിച്ചറിവില്ലാത്ത ആൾക്കാര്, നമ്മുടെ പോണ വഴികൾ, നമ്മുടെ മക്കൾ സ്കൂളിൽ പോണ വഴികൾ സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. പോട്ടെ, അവർ സ്കൂളിൽ വന്നിരുന്നാൽ അവരെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സഹപാഠികളിൽ ആർക്കൊക്കെ സ്വബോധമുണ്ട് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എല്ലാ സ്കൂളുകളിലെല്ലാം ഞാൻ പറയുന്നുണ്ടോ? പറ്റില്ല എന്ന്